ഇപ്പൊ പകലം തുടങ്ങിയോ? ആ സിദ്ധുവാ, ഇനിയെല്ലാം വെളിച്ചത്താവട്ടെ. ഒളിക്കുകയും മറക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഈ അപവാദങ്ങൾ ഉണ്ടാവുന്നത്. തന്നെ മദ്യപാനത്തെ പറ്റി അപവാദം ഉണ്ടായി കഴിഞ്ഞു. ഞാനാ തന്നെ കുടിപ്പിക്കുന്നെന്നാ ചന്ദ്രമതി പറയുന്നത്. ചന്ദ്രമതിയെ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അത് നന്നായി. എന്റെ വീട്ടിൽ വന്ന് എന്റെ കുറ്റങ്ങൾ പറയുന്നത് നന്നായെന്നോ? അല്ല, അവളിവിടെ മാറി നിൽക്കുന്നത് നന്നായിന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചന്ദ്രത്തേക്ക് പോവാ. ഞാനൊരു ബായും പറഞ്ഞു. അവള് പെണ്ണുങ്ങളെ കുറച്ചു നേരം സംസാരിച്ചിരിക്കട്ടെ. നീ എന്തൊക്കെയായി പറയുന്നേ? പ്രഭാവതി ആകെ സമനിലതിൽ നിൽക്കുക. ഞാനും ബലരാമ, ഞാൻ വെറുതെ തർക്കിക്കാൻ വന്നതല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാ ഒരു തീരുമാനം എടുക്കണമെന്ന്. നീ ഇതുവരെ അതിലേക്ക് വന്നില്ല. ഇപ്പൊ കുറ്റമല്ല എന്റെ തലയിലും. ചന്ദ്രമതി ബഹളം ഉണ്ടാക്കുന്നു. നീ എന്തു പറയുന്നു? വെള്ളം അടിക്കാനല്ല, രണ്ടിലൊന്നും തീരുമാനിക്കാനേ വന്നത്. പിന്നെന്താ, രണ്ടിലൊന്നും നമുക്ക് തീരുമാനിക്കാം. അത് നീ അടി. നമ്മള് രണ്ടുപേരും ഒരേ ലെവലിലാവും. ഒരേ മൈൻഡ് സെറ്റിലിരുന്ന് സംസാരിക്കാം. എന്താ നീ എന്നെ കളിയാക്കാണോ? കുടിച്ചത് കൊണ്ടോ ബോധം നഷ്ടപ്പെട്ടത് കൊണ്ടോ ഈ പ്രശ്നത്തിന് പരിഹാരം ആവില്ല. പ്രഭ ഒരു പൊട്ടിത്തെറിയുടെ വക്കില. ഏത് സമയത്തും അവൾ സത്യം വിളിച്ചു പറയും. ചന്ദ്രമതി സത്യം അറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ? ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്താ പറഞ്ഞേ? ഒന്നും സംഭവിക്കില്ല. പ്രഭാവതി പറഞ്ഞതൊക്കെ ചന്ദ്രമതി വിശ്വസിച്ചിട്ട് വേണ്ടേ ഇവിടെ എന്തെങ്കിലും സംഭവിക്കാൻ? ഓ, അങ്ങനെയാണല്ലേ? എന്നാ ചന്ദ്രമതിയോട് ഞാൻ പറഞ്ഞാലോ? ബലരാമന്റെ മകളാണ് തനുജയെന്ന് ഞാൻ തുറന്നു പറഞ്ഞ എന്താവും? അപ്പൊ ഞാൻ നിഷേധിക്കും. അതെ, സിദ്ധുവിന്റെ തെറ്റ് എന്റെ തലയെ കൊണ്ടുവെക്കാന്ന് ഞാൻ പറയും. എന്നുവെച്ചാ തനുജയെ എന്റെ മകളായിട്ട് സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. അത്ര തന്നെ. അതേടാ, ആ കുഞ്ഞിന് ഉത്തരവാദി ഞാൻ തന്നെ. പക്ഷെ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾക്കെല്ലാം കാരണം നീയാ. ബലരാമോ, ഇത്രയും കാലം നീ വളർത്തിയില്ലേ, ഇനി അങ്ങനെ തന്നെ ആവട്ടെ. ഇതിനൊരു കാര്യം, നിനക്കൊരു നഷ്ടവും വരില്ല. എത്രയൊക്കെ ചെലവ് വരുന്നോ അത് ഞാൻ പലിശ അടക്കം ഞാൻ തരും. എന്താണ് നീ പറഞ്ഞേ? ഞാൻ പറഞ്ഞേടാ. തനുജയെ വളർത്താനുള്ള ചുമതല നിനക്ക് മാത്ര. കൈ മാറ്റടാ. ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ ആർക്കും അപമാനം വരുത്താൻ എനിക്ക് പറ്റില്ല. എന്റെ മോളുടെ ആത്മാവിനെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. താലി കെട്ടിയ ചന്ദ്രമതിയെ കരയിപ്പിക്കാൻ എനിക്ക് വയ്യ. അയാളുടെ മുമ്പിൽ തലകുനിക്കാൻ എനിക്ക് വയ്യ. എന്റെ സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം, കുടുംബ ജീവിതം, ഇതിലൊന്നും കറുത്ത പാട് അവശേഷിപ്പിക്കാതെ വേണം എനിക്ക് മടങ്ങി പോവാൻ. എന്ന് വെച്ചാൽ നിന്റെ വീഴ്പ്പ് ഞാൻ ചുമക്കണമെന്ന്? ഇത്രയും നാളെ ചോന്നില്ലേ, ഇനിയൊന്ന് ചോക്ക്. ചേട്ടത്തരം പറയുന്നോടാ. ഒന്നുകൂടി പറയോടാ, പറയൂ. നിനക്കെന്നെ തല്ലണോടാ? തല്ലണോന്ന്? തല്ലേ തല്ലേ. സിധു, നീ എന്നെ മനസ്സിലാക്കണം. അന്ന് നീ എന്നെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു. ഇന്ന് നീ എന്നെ രക്ഷിക്കണം. മിണ്ടിപ്പോകരുത് ഭീരു. നീ എങ്ങനെയാടാ രാഷ്ട്രീയ നേതാവായത്? നിന്റെ സഹപ്രവർത്തനം എന്ന് പറയാൻ എനിക്കിപ്പോ ലജ്ജ തോന്നുക. നീ ആരെയൊക്കെയാടാ വഞ്ചിച്ചിരിക്കുന്നത്? നിന്നെ സ്നേഹിച്ച, നിനക്കും മനസ്സും ശരീരവും തന്നൊരു പെണ്ണിനെ വഞ്ചിച്ചു. അതിൽ ജനിച്ചൊരു കുഞ്ഞിനെ വഞ്ചിച്ചു. താലി കെട്ടിയ ഭാര്യയെ. എന്തിന്?
അകാലത്തിൽ മരിച്ചൊരു മോളെപ്പോലും വഞ്ചിച്ചു. എന്നിട്ട് പറയുന്നു അവരെയൊന്നും വിഷമിപ്പിക്കാൻ വയ്യാന്ന്. നീ ആണത്വമില്ലാത്തവനാണെന്ന് അറിയുമ്പോഴാ അവര് വിഷമിക്കുന്നത്. ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് അറിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടാ മേരി തോമസിനെ ചതിച്ചത്? അതിന്റെയൊക്കെ പാവം നീ എവിടെ കൊണ്ടാ വയ്ക്കാൻ പോകുന്നു? മീരയുടെ ആത്മാവ് എവിടെയുണ്ടെന്ന് വിശ്വസിച്ചല്ലേ നീ കഴിയുന്നേ? നിന്റെ ചതിയും വഞ്ചനയും ആ മോൾ ഇപ്പൊ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. നിനക്ക് മറ്റുള്ളവരെയും വിളിച്ചോടാം, പക്ഷേ നിന്റെ മനസാക്ഷിയിൽ നിന്ന് നിനക്ക് ഒളിച്ചോടാൻ പറ്റില്ല. നിനക്കിനി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല, കണ്ണു തുറന്ന് കിടക്കാനേ പറ്റൂ. മനസ്സുറങ്ങില്ല, നിന്റെ മനസാക്ഷി നിന്നെ ഉറക്കില്ല. ചെയ്ത പാപങ്ങൾ നിന്റെ പിറകെ വരും. അത് നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നീ ഓടി ഓടി കാല് കുഴഞ്ഞു വീഴും. നുരയും പതയും വരും. അവസാനം മരിച്ചാ മതിയെന്നാവും. കൊന്നുതരാൻ കെഞ്ചും. ഇത് എത്ര നേരമായി കാത്തിരിക്കുന്നു? MLA ആയിരുന്നപ്പോ പോലും സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന് ഈ തിരക്കില്ലായിരുന്നല്ലോ. കാത്തിരിക്കണം. ആവശ്യം ചന്ദ്രമതിയുടെ അല്ലേ? മുൻപ് MLA ആയിരുന്ന സമയത്തും ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പേരില. ഇപ്പോഴത്തെ സംശയം പോലെ മീരയുടെ മരണത്തിൽ നിങ്ങൾക്ക് തോന്നിയ സംശയം. ഇപ്പൊ ഉള്ളത് ആരുടെ സംശയമല്ല പ്രഭേ, അത് ഞാൻ തെളിയിച്ചു തരാം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാ സിദ്ധു. കൊല്ലാൻ പോലും. മീരമോളുടെ കാര്യത്തില് എനിക്ക് വീണ്ടും ഓരോ സംശയങ്ങൾ വരിക. ആ പ്രകാശ് തന്നെയാണോ യഥാർത്ഥത്തിൽ അത് ചെയ്തത്? അതോ അയാളെ സ്വാധീനിച്ച് കുറ്റം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചതാണോ? ഇപ്പൊ തനൂജയുടെ കാര്യത്തിൽ നടക്കുന്ന പോലെ. ചന്ദ്രമതി, ഞാൻ സത്യ പറയുന്നേ. സിദ്ധു എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. സിദ്ധുവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അമ്മേ വേണ്ട, ഞാൻ പറഞ്ഞത് സത്യ. വൈകാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ബലരാമ, ബലരാമ,
ബലരാമ, ബലരാമ, കഥ തുറക്കാനാ പറഞ്ഞേ. ബലരാമ, നിനക്ക് മരിക്കാൻ പേടിയുണ്ട്? ബലരാമ, തോക്ക് മാറ്റ്. നീ നല്ല ഫിറ്റാ. ആ അതെ, ബോധമില്ലാത്ത അവസ്ഥ. പക്ഷെ നിനക്ക് ബോധമുണ്ട്. പറ, നിനക്ക് മരണത്തെ പേടിയില്ലേ? നിനക്കെന്നെ കൊല്ലണോ? വേണം. സിദ്ധു പേടിച്ചു. നിനക്ക് എന്നിട്ട് നീ ചോദിക്കുക എന്നോട് ഭീരുവാങ്ങോ? സിദ്ധു പേടിച്ചു. ബലരാമ, എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? ജനിച്ചവരിക്കും മരണം ഉറപ്പാ. നിശ്ചയമായിട്ടും മരണത്തിന് ഉചിതമായിട്ടുള്ളൊരു സമയമുണ്ട്. ഇപ്പോ ആരുടെയോ മരണത്തിന്റെ മണിനാഥം ഞാൻ കേൾക്കണ്ട. നിന്റെയാണോ ആ മരണം? ബലരാമ, നിർത്ത്. നിന്റെ ഈ സ്വഭാവം കണ്ട് പേടിച്ചാവും ചന്ദ്രമതി എന്റെ വീട്ടിലേക്ക് വന്നത്. നീ തോക്കെടുത്ത് വയ്ക്ക്. ജീവിതവും മരണവും മനുഷ്യന്റെ തീരുമാനമല്ല. അതെ, മരണം മനുഷ്യന്റെ തീരുമാനം. ബലരാമ, നിന്റെ മരണം ഞാൻ തീരുമാനിച്ച ഇപ്പൊ സംഭവിക്കും. വേണ്ട. പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിക്കില്ല. നീ നന്മയുള്ളവനാ, ഒരുപാട് നന്മയുള്ളവൻ, എല്ലാ അർത്ഥത്തിലും സ്നേഹസമ്പന്നൻ, മനുഷ്യത്വമുള്ള സ്നേഹിതൻ. എന്റെ മോളുടെ മരണം മുതൽ നിന്നെ ഞാൻ വേട്ടയാടി. നിന്റെ കുടുംബം ഇല്ലാതാക്കാൻ ഓരോന്ന് ചെയ്തു കൂട്ടി. പക്ഷെ അപ്പോഴൊക്കെ എന്റെ തെറ്റിന്റെ ഭാരങ്ങളെല്ലാം നിന്റെ തലയിൽ ചുവന്ന എന്നെ സംരക്ഷിച്ചവനാ നീ. ഇപ്പൊ ഇവിടെ വരെ, ഈ നിമിഷം വരെ നീ എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു നിർത്തിയിരിക്ക. അതെ, ഇനി നീ ജീവിക്കണം. നിന്റെ ജീവിതം ഇനിയാ. ഈ ബലരാമൻ നീ മുമ്പ് പറഞ്ഞതൊക്കെയാ. ഭാര്യ, മകൾ, സ്നേഹിച്ച പെണ്ണ്, അതിലുണ്ടായ മോള്, എല്ലാരും ബലരാമന്റെ ദുഷ്ട മനസ്സിന്റെ ദുഃഖം പേറി ജീവിച്ചവരാ. ആ അവശേഷിപ്പുകൾക്കൊക്കെ മുകളില് ഇനിയും അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. ഇത് പിടിക്ക്. നീ പറഞ്ഞു തന്നെ എന്റെ വിധി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴല്ല, 2 ദിവസം മുമ്പേ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ മരണത്തിന് വേണ്ടി മറ്റാരോടും കെഞ്ചാൻ എനിക്ക് വയ്യ. എന്റെ ജീവനെടുക്കാൻ ഈ ഭൂമിയിൽ ഒറ്റയാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. നിനക്കേ അതിന് അർഹതയുള്ളൂ. ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ നീ വേണം എനിക്ക് ശിക്ഷ തരാനായിട്ട്. എന്തായി കാണിക്കുന്നത്?
ബലരാമ എന്താ ഇത്? പിടിക്ക് സിദ്ധു, കൊല്ലണേ. ആ, സിദ്ധു കൊല്ലേ. മാറ്. ഞാൻ നിന്നോട് അപേക്ഷിക്കാം, ബലരാമ എന്താ ഇത്? തോക്ക് മാറ്റ്. എന്നെ വെറുതെ വിടരുത്. ബലരാമ പാപത്തിന്റെ കൂലി തോക്ക് മാറ്റാനാ മരണമല്ലേ? പറഞ്ഞത്. ആ പ്രതിഫലം നിന്റെ കൈ കൊണ്ട് വേണം. സിദ്ധു മാറ്. സിദ്ധു വലിക്ക്. തോക്ക് മാറ്റാനാ എന്നെ പറഞ്ഞത്. കൊല്ല്. ബലരാമ സിദ്ധു എന്താ ഇത്? സിദ്ധു കൊല്ലേ. സിദ്ധു സിദ്ധു ബലരാമ ബലരാമ വിടാനാ. അതെ, ആ ബലരാമ സാറിന്റെ വീട്ടിൽ നിന്നല്ലേ സൗണ്ട് കേട്ടെ? അതെ, ബലരാമ സാറിന്റെ വീട്ടിൽ നിന്ന് തന്നെ. ആ വാ വാ, പോയി നോക്കാം. അയ്യോ, നീ ഞങ്ങളുടെ ബലരാമ സാറിനെ കൊന്നല്ലടാ? അല്ല, ഞാനല്ല. ഞാനല്ല. വിടരുത് ഇവനെ, വിടരുത്. പെട്ടെന്ന് പോലീസിനെ വിളിക്ക്. ഏയ്, ഞാനല്ല. 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 അല്ല, ഞാനല്ല. ബലരാമൻ, താനൊന്നും പറയണ്ടോ? ഞാനല്ല. ഞാനല്ല അത് ചെയ്തത്. ഒരാളെ കൊന്നിട്ടിട്ട് ഞാനല്ലെന്നോ? ഞങ്ങളെ ബലരാമ സാറിനെ ഏയ്, ഇങ്ങോട്ട് വേണോ, ഇങ്ങോട്ട് വാടോ. വിടാനാ പറഞ്ഞത്. ഏയ്, ഇങ്ങോട്ട് വാ, വാടോ. ഞാനല്ല. ഏയ്, ഞാനല്ല. ഞാനല്ല പറഞ്ഞത്. മാറ്. ഞാനല്ല. വിട്. ഇവനെ അടച്ചിടാ. നടക്കണ അങ്ങോട്ട്. കൂട്ടിയിടാ. ഞാൻ- ബലരാമ മാറ്. വരെ. വിട്. നടക്ക്. ഏയ്, എന്താ ഇത്? അവിടെ അങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വരാൻ. വിട്. ആ. പറയുന്ന കേക്കും. നീ ഒന്നും പറയണ്ട. ഇയാളെ അകത്തേക്ക് കയറ്റ്. ഞാനല്ലത്. വാടോ. അകത്തോട്ട് കയറ്. അകത്തേക്ക് കയറ്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? കഥ തുറക്കാൻ. അവിടെ കിടക്കട്ടവൻ. ആ അതെ. തുറക്കാൻ. വാതിൽ തുറക്കാനാ പറഞ്ഞത്. തുറക്കാനാ.
ആ സിദ്ധാർത്ഥന ബലരാം സാറിനെ കൊന്നേ. സിദ്ധാർത്ഥനെ ഞങ്ങൾ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക. പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വാ. ആ ശരി ശരി ശരി. ആന്റി, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഞാൻ പറഞ്ഞു ദേവികയോട്, ഇനി നിങ്ങളുടെ സ്വീകരണമൊന്നും എനിക്ക് വേണ്ട. സിദ്ധാർത്ഥനെ കണ്ട് സംസാരിച്ച് എല്ലാം അങ്ങ് അവസാനിപ്പിക്കണം. അതിനാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ദേവിക, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഹലോ, എന്താ? നന്ദ, അച്ഛാ, മോനെ മോനെ, എന്താ പറ്റിയ അച്ഛാ? ബലരാമൻ, എനിക്കൊന്നും അറിയില്ലടാ. അച്ഛൻ വന്നേ. എന്താണ് കാണിക്കുന്നത്? ഏയ്, ഇറക്കി വിടോ. അത് വിടാ. ഏയ്, ഏയ്, തുറക്ക്. ഏയ്, വാ തുറക്കാൻ. ഏയ്, അച്ഛാ, എന്താ അച്ഛാ ഇതൊക്കെ? എനിക്കറിയില്ല. ഞാൻ ആരെ വിളിച്ചേ? സിദ്ധാർത്ഥനാണോ? ആന്റി, അത് സിദ്ധാർത്ഥനായിരുന്നല്ലേ? വരില്ലെന്ന് പറഞ്ഞോ? അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ കാര്യം മോളെ? അമ്മ ഒന്ന് വന്നേ. വാ, വരാൻ. ബലരാമനങ്ങള്, ഞാനൊന്നും ചെയ്തതല്ല. എന്താ ഇത്? സിദ്ധു, സിദ്ധു, ഏയ്, സിദ്ധു, ബലരാമൻ, ബലരാമൻ, ബലരാമ, ബലരാമ,
നീ ഞങ്ങളുടെ ബലരാമ സാറിനെ കൊന്നു അല്ലേടാ? അല്ല, ഞാനല്ല. അച്ഛാ, എന്താ ബലരാമൻ? ഞാനൊന്നും ചെയ്തതല്ല മോനെ, അവൻ തന്നെ. ഈശ്വര, അമ്മേ, മോളെ ആരപ്പ വിളിച്ചേ? അച്ഛൻ്റെ ഒരു പാർട്ടിക്കാരനെ വിളിച്ച്. അമ്മേ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്തതാണോ? എന്താ പറ്റിയേ? അറിയില്ല അമ്മ. ഈ വിവരം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. സിദ്ധു ഉണ്ടോ അവിടെ? ഉണ്ടെന്ന് പറഞ്ഞ് അച്ഛനെത്തിയപ്പോഴേക്കും അങ്കിള് ചിലപ്പോ. ചന്ദ്രമതി, ഈശ്വര, വാലോർക്കാൻ തുറക്കാൻ, വാലോർക്കാൻ. ആന്റി അവിടെ എത്തിക്കണ്ടേ അമ്മ? വേണം, പക്ഷെ ഇതെങ്ങനെ പറയുമ്പോളെ? അമ്മ, എങ്ങനെയെങ്കിലും ആന്റിയെ കൊണ്ടുപോകണം. ബലരാമന് വേണ്ടി വാദിക്കാനും അയാളെ ജയിപ്പിക്കാനും വേണ്ടിയാ അവള് വന്നത്. എന്നിട്ട് അമ്മ വാ, ആന്റി നമുക്ക് കൊണ്ടുപോവാം. ഈ വിവരം ഒന്നും പറയണ്ട അമ്മ. അമ്മ വാ, പോവാ. വാ അമ്മ. വാ, നന്ദ, അച്ഛ വരാനല്ലേ പറഞ്ഞേ? വാ. ആന്റി, നമുക്ക് ആന്റിയുടെ വീട്ടിലേക്ക് പോവാം. എന്നെ അങ്ങനെ പറഞ്ഞു വിടാന്ന് കരുതണ്ട. കുറെ നേരമായി അമ്മയും മോളും നാടകം കളിക്കുന്നു. സിദ്ധു വരട്ടെ, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. വാ, എടാ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ?
അച്ഛാ. നന്ദ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട്. ചന്ദ്രമതി, താനിപ്പോ വീട്ടിലേക്ക് പോണം. ഓ, ഇത്ര നേരം ബഹളവും വെല്ലുവിളിയും ആയിരുന്നല്ലോ. ഇപ്പൊ അപേക്ഷയുടെ സ്വരം. എന്താ, ദൈവത്തിന്റെ വല്ല വെളിപാടും ഉണ്ടായോ? ചന്ദ്രമതി, ഒരു തർക്കത്തിനും ഞാനില്ല. ചന്ദ്രമതി, വാ. ഇല്ല പ്രഭേ, ഇനി ഏത് രീതിയിൽ മാറ്റി പറഞ്ഞാലും ചന്ദ്രമതി വഴങ്ങില്ല. സിദ്ധു വരട്ടെ. എന്നോട് എന്തൊക്കെയോ തുറന്നു പറയാനല്ലേ പറഞ്ഞത്, പറയട്ടെ. അത് കേട്ട് അതിനുള്ള മറുപടിയും കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. പെട്ടെന്ന്. ചന്ദ്രമതി, സിദ്ധു നിങ്ങളുടെ വീട്ടിലുണ്ട്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്നെ പറഞ്ഞയക്കാനുള്ള തന്ത്രമല്ലേ? അല്ല, ഞാനും കൂടി വരാൻ നിന്റെ കൂടെ. വാ, നമുക്ക് പോവാം ആന്റി. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. വാ, പോവാം. അമ്മേ, വാ. അമ്മ, ഇറങ്ങ്. അയ്യോ, അവരെ കാണുന്നില്ലല്ലോ. ആ, വാ, പോയി നോക്കാം. വാ. മാറിക്കൊന്ന് സാർ. ഇവിടെ ആൾക്കാരൊക്കെ മാറ്റണോ? മാറിക്ക് അങ്ങോട്ട് മാറിന്നേ. അങ്ങോട്ട് മാറിക്കിടോ. ബാക്കിലോട്ട് ഇവിടെ മാറിക്കിടോ. ആൾക്കാരൊക്കെ മാറ്റണോ? അങ്ങോട്ട് മാറിക്കിടോ. ഇവിടെ മാറിക്കിടോ. തേവക്കാട്ട് ബലരാമൻ കൊല്ലപ്പെട്ടു. സ്വന്തം വസതിയിൽ വെടിയേറ്റ നിലയിലാണ് നാട്ടുകാർ കണ്ടെത്തിയത്. ബലരാമന്റെ മരണത്തിൽ മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനും പങ്കെന്ന് സംശയം. സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്ന് നമുക്ക് അനുമാനിക്കാം. വിവരമറിഞ്ഞ് ഒരുപാട് പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
പ്രഭേ, ഇവിടെ എന്താ പോലീസും ടി വിക്കാരും ഒക്കെ? ചന്ദ്രമതി ഇറങ്ങ്. എന്താ ഇവിടെ? ആന്റി ഇറങ്ങ്, പറയാം. പ്രഭേ, എന്താന്ന് പറ. എന്താ ഇവിടെ സംഭവിച്ചേ? നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നേ? ദേവികെ, പറ. ചന്ദ്രമതി വാ. എന്തായാലും ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ ഉന്നത നേതാവ് തേവക്കാട്ട് ബലരാമൻ മരണപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് ബലരാമൻ വെടിയേറ്റ് മരിച്ചു. ചന്ദ്രമതി, എത്ര മണിക്കാണ് താൻ ഇവിടെ എത്തിയത്? സാറേ, ആ ശബ്ദം കേട്ടോണ്ടോ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വരായിരുന്നു.